നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അതിശക്തമായ അതിതീവ്രമായ മഴ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ആശങ്കയും ഇതിനോടകം ഉടലെടുത്തു കഴിഞ്ഞു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ട കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരൊറ്റ ദിവസം പെയ്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു. അതുകൊണ്ട് തന്നെ ഇനി കാലവർഷം കൂടി എത്തുമ്പോൾ ഇനി അങ്ങോട്ട് മഴയുടെ നാളുകളാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ അവസ്ഥകൾ എന്ന ആശങ്ക ഇതിനോടകം ശക്തമായിരുന്നു. കനത്ത മഴയിൽ തിരുവനന്തപുരത്തെ താഴ്ന്ന പ്രദേശങ്ങളാണ് വെള്ളം കയറിയത്. റോഡുകളിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. അട്ടകുളങ്ങര, ചാല മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലും വെള്ളം കയറി. സ്മാർട്ട് റോഡ് പ്രവൃത്തിയുടെ ഭാഗമായുള്ള കുഴികളെല്ലാം വെള്ളത്തിനടിയിലാവുന്ന കാഴ്ചയാണ് തലസ്ഥാന നഗരി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതൽ അപകടങ്ങളിലേക്ക് നയിക്കുമെന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളം കയറിയ പ്രധാന പ്രദേശങ്ങളിൽ മേയർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന പരാതി കച്ചവടക്കാർ ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ മേയർ സന്ദർശിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മേയറുടെ സന്ദർശനവുമായിട്ടുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. ഈ വെള്ളം കയറിയ പ്രധാന പ്രദേശങ്ങളിൽ മേയർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ആക്ഷേപമുയർന്ന സ്ഥലമൊക്കെ മേയർ സന്ദർശിച്ചു. പക്ഷേ പ്രധാനപ്പെട്ട താഴ്ന്ന സ്ഥലങ്ങളിൽ മേയർ സന്ദർശനം നടത്തിയിട്ടില്ല. വെള്ളക്കെട്ട് രൂക്ഷമായ കൊത്തുവാൾ സ്ട്രീറ്റ് മേയർ സന്ദർശിച്ചില്ല. വ്യാപാരികളും നാട്ടുകാരും അടക്കമുള്ളവർ കൊത്തുവാൾ സ്ട്രീറ്റിൽ ഒരു പ്രതിഷേധം നടത്തിയതാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് മേയർ മാധ്യമങ്ങളോട് പ്രതികരിക്കാനും തയ്യാറായില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ തൽക്കാലം വരുന്നില്ല, അവരോട് സംസാരിക്കുന്നില്ല എന്നൊരു നിലപാടായിരുന്നു മേയറുടെ മറുപടി. മേയർ സ്വീകരിച്ചത് അങ്ങനെ ഒരു നിലപാടായിരുന്നു. മുക്കോലയ്ക്കൽ ചില വീടുകളിലും വെള്ളം കയറി. അട്ടകുളങ്ങര ബൈപ്പാസിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ്. കനത്ത മഴയാണ് ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായത്. ഇവിടെ റോഡുകളെല്ലാം വെള്ളത്തിനടിയിലായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മാത്രമല്ല അട്ടകുളങ്ങരയിലെ പല വീടുകളിലും വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. തീർച്ചയായിട്ടും ജനജീവിതമൊക്കെ ദുസ്സഹമാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മഴ നിർത്താതെ പെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് റെഡ് അലേർട്ട് ഇല്ലെങ്കിൽ പോലും അതിതീവ്രമായ മഴ തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഫലങ്ങളൊക്കെ തലസ്ഥാന നഗരി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചാല മാർക്കറ്റ്, മുക്കോല ഭാഗം എന്നിവിടങ്ങളൊക്കെ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. കനത്ത മഴ തുടർന്നാണ് വെള്ളക്കെട്ട് തീർത്തും ഒരു ദുരിതാവസ്ഥയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുട്ടത്തടയിലും വീടുകളെല്ലാം വെള്ളം കയറിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വീട്ടിൽ നിന്ന് പലർക്കും ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും ജനജീവിതം ദുസ്സഹമാവുകയാണ് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാ വർഷവും മഴ പെയ്താൽ ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ മന്ത്രി കെ രാജൻ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് എല്ലാ കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങിയെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കും. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. NDRFന്റെ 2 ടീം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആശങ്ക വേണ്ടെന്നും അനാവശ്യ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതു ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. പ്രത്യേകിച്ചും മഴ, അതുപോലെ തന്നെ അതിനോടൊപ്പം ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ കാറ്റ്, ഇടിമിന്നൽ, അതുപോലെ വെള്ളപ്പൊക്കം, ഇവയൊക്കെ എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം കാറ്റ് തന്നെയാണ്. കാറ്റത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. മരച്ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കാൻ നോക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയുമില്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യണം. മഴയും കാറ്റുമുള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്ത് നിൽക്കരുത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണു പോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കണം. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും അടച്ചിടണം. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കരുത്. വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.